പ്രസ്താവനകളിലെ വ്യക്തത കൊണ്ട് 2020 അധ്യക്ഷൻ സാബു എം ജേക്കബ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ദേശരാഷ്ട്രീയത്തെയും സംസ്ഥാന ഭരണത്തെയും ഒരേ സമയം സ്പർശിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയെ മാതൃകയാക്കേണ്ട നേതാവാണെന്നാണ് സാബു എം ജേക്കബ് പറയുന്നത്. അദ്ദേഹം നീതി വിട്ട് പെരുമാറുന്ന ആളല്ല എന്നും BJPയിലുള്ള നേതാക്കൾ തെറ്റ് ചെയ്താൽ അതുപോലും അംഗീകരിക്കാത്ത നേതാവാണ് മോദിയെന്നും സാബു പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഡംബര ജീവിതം നയിക്കുന്നയാളാണ്. വിദേശത്ത് പോകുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത്. ഒരു രാത്രി മാത്രം താമസിക്കാനായി 3-4 ലക്ഷം രൂപ വില വരുന്ന മുറികളാണ് പിണറായി തെരഞ്ഞെടുക്കാറുള്ളത്. പാരീസിൽ അദ്ദേഹം ബുക്ക് ചെയ്ത മുറിയുടെ വില 7 ലക്ഷമാണ്. അതേ ഹോട്ടലിൽ തന്നെ താമസിച്ച തനിക്കത് അംഗീകരിക്കാനായില്ലെന്നും അത് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഹോട്ടലിൽ നിന്ന് മാറിയെന്നും വിമർശിച്ചതിന്റെ പേരിൽ തന്നോട് അദ്ദേഹത്തിന് നീരസമുണ്ടായി എന്നും സാബു എം ജേക്കബ് തുറന്നടിക്കുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും തനിക്ക് എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കേരളത്തെ രക്ഷിക്കാനാകില്ല എന്നും സാബു പറയുകയാണ്. തന്റെ മനസ്സിലുള്ള ആശയങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞ് അദ്ദേഹത്തിലൂടെ അത് നടപ്പിലാക്കി കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹത്തിനൊപ്പം കൂടിയതെന്നും സാബു പറയുന്നുണ്ട്. എന്നാൽ അടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കുറച്ചധികം ദുരൂഹത തോന്നിയെന്നും തന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ച വ്യക്തിയല്ല യഥാർത്ഥ പിണറായി എന്ന് തോന്നിയെന്നും ഒരിക്കലും പിണറായി കേരളത്തെ രക്ഷിക്കാൻ പോകുന്നില്ലെന്ന പരിപൂർണ ബോധ്യം വന്നപ്പോഴാണ് താൻ പാർട്ടി വിട്ടു പോകുന്നതെന്നുമാണ് സാബുവിന്റെ പ്രതികരണം. BJP മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന മാതൃക കണ്ടിട്ടാണ് NDAയിൽ ചേർന്നത്. 2020യുടെ വികസന ക്ഷേമ മാതൃകയും BJPയുടെയും കൂടി ചേർന്നാൽ വലിയ മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും LDFനെയോ UDFനെയോ എതിർക്കാനായിരുന്നില്ല ലക്ഷ്യം. BJP വർഗീയത ഇളക്കുന്നുവെന്ന് ആരോപിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുമാണ്. എന്നാൽ എന്ത് വർഗീയതയാണ് BJP കൊണ്ടുവന്നിട്ടുള്ളത്? അതിനുത്തരം പറയാൻ അവർക്ക് പറ്റുമോ? അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനിയായ തന്നെ കൂടെ നിർത്തിയതെന്നാണ് സാബു ചോദിക്കുന്നത്. വ്യവസായവും പൊതുപ്രവർത്തനവും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. മന്ത്രിയാകണമെങ്കിൽ പണ്ടേ അവസരമുണ്ടായിരുന്നു. മന്ത്രിയായ സാബു ജേക്കബിനേക്കാൾ ശക്തനാണ് മന്ത്രിയാകാത്ത സാബു ജേക്കബ്. ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും എല്ലാ മേഖലകളിലുമായും തനിക്കിപ്പോൾ പ്രവർത്തിക്കാൻ പറ്റും. എന്തായാലും നാഴികയ്ക്ക് 40 വട്ടം തന്റെ സിംപ്ലിസിറ്റി വിളിച്ചു പറയുന്ന പിണറായി വിദേശത്ത് പൊടി പൊടിക്കുന്ന പാവം ജനങ്ങളുടെ നികുതി പണത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു ദിവസം വരും. അതിനായി കാത്തിരിക്കുകയാണ് കേരളം. നിങ്ങളും എണ്ണിയിരുന്നോളൂ.